അതിന് മാത്രമല്ല നമുക്കറിയാം ഈ അങ്കമാലി അത്താണിയിൽ വെച്ച് ഈ കൃത്യം നടന്ന ശേഷം അങ്കമാലി കോടതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ നടത്തുന്നത്. പിന്നീട് വിചാരണ ഘട്ടത്തിലെത്തിയപ്പോഴാണ് ബലാത്സംഗം ഉൾപ്പെടെയുള്ള കേസുകൾ ഇതിൽ ചുമത്തിയപ്പോൾ വിചാരണ ഘട്ടത്തിലെത്തിയപ്പോഴാണ് വിചാരണ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആകുന്നത്. അന്ന് ഒരു വനിതാ ജഡ്ജ് തന്റെ കേസ് കേൾക്കണം, അല്ലെങ്കിൽ തന്റെ വിധി പറയാൻ, അല്ലെങ്കിൽ തന്റെ വിചാരണ നടത്താൻ ഒരു വനിതാ ജഡ്ജ് വേണം എന്ന നടിയുടെ ആവശ്യപ്രകാരമാണ് അന്ന് ജില്ലയിലുണ്ടായിരുന്ന ഏക വനിതാ ജഡ്ജായിരുന്ന ഹണിയം വർഗീസിനെ ഇതിനു വേണ്ടിയിട്ട് തീരുമാനിക്കുന്നതും. അങ്ങനെയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് ഇതുമായി ബന്ധപ്പെട്ട ഈ വിചാരണയുമായി ബന്ധപ്പെട്ട ഈ വിചാരണ കോടതി ജഡ്ജാകുന്നതും അങ്ങനെയാണ്. എന്തായാലും അതിനുശേഷം മെമ്മറി കാർഡ് ടാമ്പറിംഗ് ഉണ്ട്. അതിന്റെ കാര്യത്തിൽ ഇതുവരെയും ഹൈക്കോടതി, അതായത് നടി നൽകിയിരിക്കുന്ന ഉപഹർജിയുണ്ട്, ആ ഉപഹർജിയിൽ ഇതുവരെയും ഹൈക്കോടതി അന്തിമ തീരുമാനമായിട്ടില്ല. ആ ഹർജി തീർപ്പാക്കിയിട്ടില്ലാത്ത സാഹചര്യമുണ്ട്. നമുക്കറിയാം മെമ്മറി കാർഡ് 3 തവണ അത് ടാമ്പർ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഹാഷ് വാല്യൂ 3 തവണ മാറിയിട്ടുണ്ട്. ഈ ടാമ്പറിംഗുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, അതായത് അങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അത് കണ്ടെത്തുകയും അത് അറിയിക്കുകയും ചെയ്തതും. തന്റെ ദൃശ്യങ്ങൾ പകർത്തിയ, അതല്ലെങ്കിൽ ബലാത്സംഗ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ദൃശ്യങ്ങൾ അതിൽ നിന്ന് ചോർന്നു എന്നുള്ള ആശങ്കയിൽ നടി നൽകിയ പരാതിയാണ്. ആ പരാതിയുടെ അന്വേഷണത്തിൽ വസ്തുത അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ അതായത് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, അതുപോലെ ഈ ശിരസ്തദാർ, അതുപോലെ ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ ഉദ്യോഗസ്ഥൻ മഹേഷ് മോഹൻ തുടങ്ങിയ ആളുകളാണ് ഇത് ടാമ്പർ ചെയ്തത്. പലത് അവരുടെ മൊബൈൽ ഫോണിലും ലാപ്പിലും ടാബിലും ഒക്കെ ഇട്ട് വിഷ്വൽ കണ്ടു, ദൃശ്യങ്ങൾ കണ്ടു, അത് അനധികൃതമായി നിയമവിരുദ്ധമായി കണ്ടു എന്നുള്ളതാണ് അതിലെ പ്രശ്നം. അത് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പരാതിയുമായി രംഗത്തെത്തുന്നതും അതിൽ നടത്തിയ വസ്തുത അന്വേഷണ റിപ്പോർട്ടിൽ അനുകൂലമായി തന്റെ സഹപ്രവർത്തകർക്ക് അനുകൂലമായി ജഡ്ജ് നടപടിയെടുത്തു എന്നുള്ള ആരോപണവുമായി നടി രംഗത്തെത്തുന്നതും ജഡ്ജിനെതിരെ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയിൽ, അതുമാത്രമല്ല ഒരു ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ, മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വെച്ച് ഇത് അന്വേഷിപ്പിക്കണം, IG റാങ്കിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ വെച്ച് ഇത് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട നടി ഹൈക്കോടതിയിൽ പരാതി ഹർജി നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഇതുവരെയും തീർപ്പാക്കിയിട്ടില്ല. എന്നിരുന്നാലും ഇനി ഉയർന്ന കോടതികളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. നിയമമന്ത്രി രാജീവ് പറഞ്ഞതനുസരിച്ച് അതിജീവിതയ്ക്ക് വേണ്ടി, അതിജീവിത ഇതിൽ തൃപ്തിയല്ലെങ്കിൽ ഉയർന്ന കോടതികളിലേക്ക് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ഇതിലുണ്ടായ നിയമ പോരാട്ടം. ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കണം. പ്രത്യേകിച്ചും നാളെ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നു ആദ്യഘട്ടം. ഈ വിധി അടക്കം ഒരുപക്ഷെ ചർച്ചയാകുമോ, അതുൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. നമുക്കറിയാം ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞത്, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞത്, ഇവിടെ ഈ നാട്ടിൽ സ്ത്രീകൾക്ക് ഞങ്ങൾ സുരക്ഷ ഉറപ്പാക്കുമെന്നാണ്. മാത്രമല്ല സിനിമാ മേഖലയിലുള്ള വനിതകൾ നേരിടുന്ന, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ പ്രത്യേക കമ്മീഷനെ, ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു. പക്ഷേ ഈ സമീപ ദിവസങ്ങളിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളായി, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലയളവിൽ ഉണ്ടായിട്ടുള്ള പല കേസുകളുടെ വിധി പരിശോധിക്കാം. ഒന്നേറെ പ്രമാദമായിട്ടുള്ള കന്യാസ്ത്രീമാരെ പീഡിപ്പിച്ച കേസ്, അവിടെയും പ്രതി എന്ന് ആരോപിക്കപ്പെട്ട മതപുരോഹിതന് കോടതി കുറ്റവിമുക്തനാക്കുന്നു. ഇവിടെ കേസിലെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏവരും ഉറ്റുനോക്കിയ കേസിലെ പ്രതി നടൻ ദിലീപിനെ കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അവിടെയും തിരിച്ചടി ഉണ്ടാകുന്നു. മാത്രമല്ല സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ നേരിടാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പ്രസിദ്ധീകരിക്കാൻ പോലും നാളുകൾ വീണ്ടും നിയമപോരാട്ടം നടത്തേണ്ടി വന്നു. അതും ഒരു പ്രഹസനമാണെന്ന ആരോപണമുണ്ട്. മറ്റൊരു വശത്ത് പ്രമുഖ ചലച്ചിത്ര താരങ്ങൾക്കെതിരായിട്ടുള്ള മുകേഷ് MLA, സിദ്ദിഖ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, അങ്ങനെ ബാബുരാജു, അങ്ങനെ പല പ്രമുഖർക്കെതിരെയും ലൈംഗിക ആരോപണങ്ങൾ, പരാതി വന്നു, കേസ് വന്നു, അറസ്റ്റുണ്ടായി. ആ കേസുകളുടെ എല്ലാം അന്വേഷണം ഇപ്പോൾ എവിടെയാണ്? ആ അന്വേഷണ കമ്മീഷൻ പോലും ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആ പ്രത്യേക അന്വേഷണ സംഘം പോലും, SIT പോലും പിരിച്ചുവിട്ട അവസ്ഥ. എവിടെയാണ് സ്ത്രീകൾക്ക് ഈ സർക്കാർ സുരക്ഷ ഒരുക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ചർച്ചയാകുമോ ആജ്ഞ? തീർച്ചയായിട്ടും. കാരണം പ്രധാനമായും ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ അങ്ങേയറ്റം ആശങ്കയോടെ കാത്തിരുന്നതും പ്രതീക്ഷയോടെ കാത്തിരുന്നതും ഇതുമായി ബന്ധപ്പെട്ട സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിധി എന്ന് തന്നെയായിരുന്നു. കാരണം ഒരു സ്ത്രീ അവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് അവർ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു. അതും ഇത്തരത്തിൽ സമാനതകളില്ലാത്ത ഒരു കേസ് എന്നുള്ള നിലയിലേക്ക് അതിനെ കൊട്ടേഷൻ നൽകി ഒരു സ്ത്രീയുടെ ദൗർബല്യം ആണ് ഇത്തരത്തിൽ
പൂർണ്ണമായും ഒരു സ്ത്രീയെ തകർത്ത് കളയാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ ബലാത്സംഗം ചെയ്യുന്നു. അത് ദൃശ്യങ്ങൾ പകർത്തി വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ ആ സ്ത്രീ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിൽ ഈ പോരാട്ടം തുടരുകയാണ്. കഴിഞ്ഞ 8 വർഷവും 2017 ഫെബ്രുവരി 17 തുടങ്ങിയ അന്നാണ് നടി ആക്രമിക്കപ്പെടുന്നതും അതിന്റെ അടുത്ത ദിവസവും തന്നെ ഇവര് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട പ്രതികളൊക്കെ അറസ്റ്റിലാവുകയും ചെയ്തിരുന്ന സാഹചര്യമുണ്ട്. മാർച്ച് ഫെബ്രുവരി 18 തന്നെ അറസ്റ്റിലാവുകയും ചെയ്തു. അന്ന് തുടങ്ങിയ പോരാട്ടമാണ്. അതിനുശേഷമാണ് അതേ വർഷം തന്നെ ജൂണിലാണ് ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും പിന്നീട് ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇതൊക്കെ. പക്ഷേ കോടതിക്ക് മുൻപാകെ ഈ ടോം പറഞ്ഞതുപോലെ ഈ മതപുരോഹിതന്റെ കേസായാലും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരാതിയുമായി രംഗത്ത് വന്ന ആലുവ സ്വദേശിനിയായ നടി അവരെ ഉന്നയിച്ച 6 പേർക്കെതിരെ നടത്തിയ പരാതികൾ ഇതൊക്കെ വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തുന്നു. പക്ഷേ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ 4.5 വർഷത്തിൽ ഒരിക്കൽ പോലും സിനിമാ മേഖലയിൽ തനിക്ക് ഇത്തരത്തിലുള്ള രൂക്ഷമായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരുന്ന ഒരു ലേഡി ആയിരുന്നില്ല അവരെന്നുള്ള കാര്യം ഹേമ കമ്മിറ്റിയും വ്യക്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷ എന്താണ്, അവരെ ഏത് തരത്തിൽ സുരക്ഷിതരാണ് എന്നുള്ള ചോദ്യം ഉയർന്ന സാഹചര്യത്തിലാണ് WCC രൂപീകരിക്കുകയും അതിനോട് അമ്മയോട് അതായത് താരസംഘടനയെ അമ്മയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് അതിലെ കുറെ സ്ത്രീകൾ രമ്യ നമ്പീശനും പാർവതി തിരുവോത്തും ഒക്കെ അടങ്ങിയ ഒരു കൂട്ടം സ്ത്രീകളുടെ സുരക്ഷ ആവശ്യമാണ്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ തൊഴിൽ സുരക്ഷയും അവരുടെ ലൈംഗികപരമായിട്ടുള്ള അവരെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളിലും ഒക്കെ ചോദ്യം ചെയ്യാൻ ഒരു സമിതി ഉണ്ടാക്കണം, ഒരു കമ്മിറ്റി ഉണ്ടാക്കണം, ഓരോ സിനിമയിലും IC ഉണ്ടാക്കണം, ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് WCC മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നതും അങ്ങനെയാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ ഹേമ കമ്മിറ്റി ഉണ്ടാകുന്നതും. പക്ഷേ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയുള്ള പരാതികൾ വ്യാജമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി രംഗത്തെത്തിയത്. അത് പിന്നീട് അത്തരത്തിലേക്ക് അത് വ്യാജ പരാതിയായിരുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ മാറ്റിയതും എന്നുള്ള ആരോപണങ്ങൾ ശക്തമാണ്. ഇതൊക്കെ ആരോപണങ്ങളാണ്. അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിലെ ഒരു ഇൻഫ്ലുവൻസ് കണ്ടിട്ട് ഒരു ജഡ്ജിന് ഒരു വിധി എഴുതാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. പല ജഡ്ജിമാരും നേരത്തെ ഗ്രീഷ്മയുടേതടക്കമുള്ള വിധിയിൽ പല ജഡ്ജിമാരുടെയും പ്രതികരണം അങ്ങനെയാണ്. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് അനുസരിച്ചിട്ട് നമുക്കൊരു അല്ലെങ്കിൽ അവിടുത്തെ അഭിപ്രായത്തിന് പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് നമുക്ക് ഒരു വിധിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പല ജഡ്ജിമാരും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിന് മുന്നിലും തെളിവുകളാണ് മുഖ്യം. കോടതിക്ക് മുൻപാകെ തെളിവുകൾ വേണം. ആ തെളിവുകൾ പ്രസന്റ് ചെയ്യാനും അത് കൃത്യമായി പ്രൊസീഡ് ചെയ്യാനും പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ അതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ തെളിവുകൾ കൃത്യമായി സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതാണ് തിരിച്ചടിയായത്. അങ്ങനെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായ ഒരു കേസ്, പ്രോസിക്യൂഷൻ തിരിച്ചടി ഉണ്ടായ കേസ്. ഇനി ദിലീപിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും അതുൾപ്പെടെ എന്തായാലും പരിശോധിക്കേണ്ടതാണ്. കാരണം വിവിധ ചലച്ചിത്ര സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ തീരുമാനങ്ങൾ അതിനിർണായകമാണ്. പ്രത്യേകിച്ചും അമ്മ സംഘടനയിലേക്ക് ദിലീപ് തിരികെ വരുമോ, ഫെഫ്കയിലേക്ക് ദിലീപിനെ തിരികെ എടുക്കുന്ന കാര്യം പരിഗണിക്കും എന്ന് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ദിലീപിൻ്റെ പുതിയ സിനിമ വരാൻ പോകുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്തായാലും ദിലീപിൻ്റെ ഒരു ഭാവി എന്താണെന്നൊരു ചോദ്യം സ്വാഭാവികമായി വരാം. ഒരു കാലത്ത് ദിലീപ് മലയാള സിനിമാ മേഖല ഒന്നടങ്കം, അതായത് സിനിമാ സംഘടനകളെല്ലാം അടക്കി ഭരിച്ചിരുന്ന ഒരു താരരാജാവായി വളർന്നൊരു കാലഘട്ടമുണ്ട്. അവിടെ നിന്നാണ് ദിലീപിൻ്റെ വലിയൊരു വീഴ്ച സംഭവിക്കുന്നത്. ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യം പരിഗണിക്കുന്നത് ഫെഫ്ത വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്മയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഈ അമ്മയിലേക്ക് തിരികെ വരുമോ, പഴയ പ്രതാപത്തിലേക്ക് ദിലീപ് തിരികെ വരുമോ, പുതിയ സിനിമ വരാൻ പോകുന്നു, എന്തു പ്രതീക്ഷിക്കാം? ടോം, ഇതിലെ ദിലീപ് മലയാള സിനിമയുടെ വാണിജ്യ ചേരുവകളുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. അതിലൊരു സംശയമില്ല. ഈ വാണിജ്യ സിനിമ തന്നെയാണ് മുഖ്യധാരാ സിനിമ എന്നെല്ലാം പറഞ്ഞിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഭാഗം അത് തന്നെയാണ്. അപ്പോൾ സത്യത്തിൽ ഈ ഉത്തരവുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഉത്തരവിന് വേണ്ടി കാത്തിരുന്നത് ഈ സിനിമാ ലോകം വിവിധ സംഘടനകളൊക്കെ തന്നെയാണ്. കാരണം ഈ സിനിമാ സംഘടനകളെല്ലാം തന്നെയാണ് ദിലീപിനൊപ്പം തന്നെ നിന്നതാണ്. അമ്മയെല്ലാം
പുറത്താക്കി എന്നെല്ലാം തന്നെ പറയുന്നത് ഒരുപക്ഷെ ദിലീപിനേക്കാളേറെ വേദനിച്ചത് അന്ന് ഇന്നും അമ്മയുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെയായിരിക്കും ദിലീപിനെ പുറത്താക്കാനുള്ള ഒരു നടപടിയിൽ ഏറ്റവും അധികം വേദനിച്ചത് അവർ തന്നെയായിരിക്കും. ഒരുപക്ഷെ സമ്മതം വാങ്ങിക്കൊണ്ടായിരിക്കും അത് ചെയ്തത് പോലും. അന്ന് വലിയ സമ്മർദ്ദ ശക്തിയായി നിന്നത് യുവതാരങ്ങൾ കുറച്ച് പേരാണ്. പൃഥ്വിരാജ് അടക്കമുള്ള കുറേ പേരുടെ ഒരു നിലപാടുകളൊന്നുണ്ടായിരുന്നു. കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ളവർ എടുത്ത ഒരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളവരായിരുന്നു. അന്ന് ഈ സംഭവത്തിന് ശേഷം, അറസ്റ്റിന് ശേഷം പനമ്പള്ളി നഗറിലെ മമ്മൂട്ടിയുടെ വസതിയിലേക്ക് ഇവരെല്ലാവരും ഒത്തുചേരുകയും പിന്നീടാണ് അതൊരു തീരുമാനത്തിലേക്ക് പോവുകയും എല്ലാം തന്നെ അത് ചെയ്തത്. എന്തായാലും ഈ സിനിമകളുടെ മുഖ്യ സംഘാടകൻ എന്ന രീതിയിലേക്ക് ദിലീപ് വളരെ പെട്ടെന്ന് എത്തും. അത് ദിലീപിൻ്റെ ആവശ്യമല്ല, അത് ആ സംഘടനകളുടെ ഒരു ആവശ്യമാണ്. അവരെ വളരെ പെട്ടെന്ന് എത്തും. ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചതായിട്ട് പറയുന്നു. ഇതിൽ മറ്റു കാര്യങ്ങളും തൊടാതെയുള്ളൊരു പ്രതികരണം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഫെഫ്ക, അതോടൊപ്പം തന്നെ ഫിയോക്ക, സിനിമ പ്രദർശനശാലകളുടെ കൂട്ടായ്മ, അത് മലയാള സിനിമയിൽ ഒരു വേള തർക്കം രൂക്ഷമായിരിക്കുന്ന തിയേറ്റർ സംഘടനകളെ രണ്ടായി പിളർത്തുകയായിരുന്നു. ദിലീപായിരുന്നു ചെയ്തത്. ദിലീപ് പിളർത്തി അത് സംഘടനയുടെ ഒരു തലപ്പത്തേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു തലപ്പത്തേക്ക് അവരോധിക്കപ്പെടുമ്പോൾ ദിലീപിനെ ആ ഒരു ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തത് മലയാള സിനിമാ ലോകത്തുള്ളവർ തന്നെയായിരുന്നു. അവരുടെ ഒരു ആവശ്യം മുൻകണ്ടായിരുന്നു ദിലീപ് പ്രവർത്തി. കാരണം അത്രമേലൊരു സമഗ്രാധിപത്യം മലയാള സിനിമയ്ക്ക് മേൽ നേടിയൊരു വ്യക്തി കൂടിയായിരുന്നു. അപ്പോൾ അവിടേക്കെല്ലാം വൈകാതെ തന്നെ തിരിച്ചെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആ സംഘടനകളുടെ കൂടി കുറേ ആവശ്യവുമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ദിലീപ് അതിനിടെ മറ്റു പലരും സഹായിക്കുന്നതും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യുന്നതായി പറയുന്നത്. അതൊക്കെ എന്ത് തന്നെയായാലും ഇത് വൈകാതെ ദിലീപ് അതിലേക്ക് വരും. പക്ഷേ അപ്പോഴുമുള്ളത് സിനിമ എത്ര കണ്ട് വിജയിച്ച് മുന്നോട്ട് പോകും എന്നത്. കാരണം ഈ ഇടയ്ക്കിറങ്ങിയ ചിത്രങ്ങളെല്ലാം വലിയ രീതിയിലുള്ള തിരിച്ചടി, വലിയ സെറ്റ് ബാക്കുകൾ ദിലീപിന് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല.